നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. സൂക്ഷ്മതയില്ലാതെ മരം മുറിച്ചു. വെട്ടുന്നതിനിടയിൽ മരം വീണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു. നൂറുകണക്കിന് ആളുകൾ ആശ്രയിച്ചിരുന്ന കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇത്. നിലവിൽ കടത്തിണ്ണയിലും മറ്റുമാണ് യാത്രക്കാർ കയറി നിൽക്കുന്നത്. നെല്ലിമറ്റം സ്കൂൾ പടിയിൽ ദേശീയപാതയോരത്ത് നിന്ന മരം സൂക്ഷ്മതയില്ലാതെ മുറിച്ചു നീക്കിയത് വിനയായി. വെട്ടുന്നതിനിടയിൽ മരം ദിശ തെറ്റി വീണ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്നു. ആന്റണി ജോൺ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് മരം വീണ് നാശോന്മുഖമായത്. കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും ടീച്ചർമാർക്കും നാട്ടുകാർക്കും ആശ്രയമായിരുന്നു ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. എതിർഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന മറ്റൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പാടത്തേക്ക് തള്ളി ചെരിച്ചിട്ടിരിക്കുകയാണ്. മഴയത്തും വെയിലത്തും ഇവിടെ എത്തുന്ന യാത്രികർക്ക് നിലവിൽ കടത്തിണ്ണകളാണ് ആശ്രയം. ഈ സാഹചര്യത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണമെന്ന് പ്രദേശവാസികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള നാട്ടുകാർ ആവശ്യപ്പെട്ടു. വർഷങ്ങളായിട്ട് ഇവിടെയുള്ള വെയിറ്റിംഗ് ഷെഡാണ് രണ്ട് സൈഡിലുള്ളത്. ധാരാളം വിദ്യാർത്ഥികളും മറ്റുള്ള യാത്രക്കാരും ഒക്കെ വന്ന് നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡ്. മഴക്കാലത്ത് ഇപ്പോൾ ആ സൈഡിലെ വെയിറ്റിംഗ് ഷെഡ് തകർത്താണെങ്കിൽ അവിടെ നിൽക്കാൻ വരെ സ്ഥലമില്ല. ഇവിടെ വെയിറ്റിംഗ് ഷെഡ് പണിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ വെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ ടൈലൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ MLAയുടെ നേതൃത്വത്തിൽ പണിതൊരു വെയിറ്റിംഗ് ഷെഡാണ്. അത് തകർത്ത് കളഞ്ഞ് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ധാരാളം വിദ്യാർത്ഥികൾ അതുപോലെ പള്ളിയിൽ പോകാനൊരു ഇവിടെ ആരാധനാലയങ്ങളുണ്ട്. ഇവിടെ പള്ളിയിൽ പോകാനൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കണം. മഴക്കാലത്ത് വലിയൊരു അനുഗ്രഹമായിരുന്നു രണ്ട് വെയിറ്റിംഗ് ഷെഡും. അത് രണ്ടും തകർത്ത് കളഞ്ഞ് അത് വലിയ ഒരു നഷ്ടമായി പോയി. ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ ബസ് കയറാനും വന്ന് ഇറങ്ങുന്നതൊക്കെ ഇവിടെയാണ്. ഞങ്ങൾ സ്കൂൾ വിട്ടിട്ട് വന്ന് നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡായിരുന്നു. അത് തകർത്ത് കളഞ്ഞു. ഞങ്ങൾക്ക് ഒന്ന് റീബിൽഡ് ചെയ്ത് തന്നെ. മീഡിയ 60 കോതമംഗലം.